എളാപ്പ ഈ പെട്ടിയെല്ലാം കൂടി എന്തിനാണ് ഇത് എടുത്തിക്കണേ? അങ്ങോട്ട് മാറിക്ക് പെണ്ണെ, ഞാൻ പെട്ടിയൊക്കെ കെട്ടട്ടെ. ഇതെല്ലാം കൂടി എന്തിനാ കൊണ്ടോണേ? വല്യമ്മ ഈ പെട്ടിയെല്ലാം കൂടി ഇതട്ടാ എളാപ്പ കൊണ്ടോണേ. എടാ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ 3-4 പെട്ടി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വല്ല വിവരം ഉണ്ടായ ഈ ചത അവിടെ വെച്ചക്ക്. എൻ്റെ ഡ്രസ്സ് ഇടാൻ വല്ല ചെറിയ ബാഗ് എന്തെങ്കിലും എടുത്താട്ടാ. ഇത് ഞാൻ തരൂല എളാപ്പ, ഇത് ഞാൻ തരൂലേട്ടാ. ഇതിൻ്റെ ബുക്കൊക്കെ വെക്കാനുള്ളതാണ്. എടി ഇങ്ങോട്ട് കൊണ്ടാ, ഒന്നും ഇടാനല്ല, വരുമ്പോ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ കാലിപ്പെട്ടി കൊണ്ടുപോവുക. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 3-4 പെട്ടി കാലിപ്പെട്ടി കൊണ്ടുപോയില്ലേ, എന്നിട്ട് അതൊക്കെ എവിടെ ഇപ്പോ? അതെല്ലാം കൂട്ടിയിട്ട് 5-8 പെട്ടി ഇപ്രാവശ്യം കൊണ്ടുവരാലോ. വേണ്ടട്ടാ, ഇതാ ഈ ചെറിയ ബാഗാണ്ട് കൊണ്ടുപോയാൽ മതി. എടാ, ഓള് പറഞ്ഞത് സത്യം തന്നെയാണ്. എൻ്റെ കുട്ടി അത് അങ്ങോട്ട് എടുത്ത് വെച്ചാളാട്ടാ. ഫൈന മര്യാദക്ക് നിന്നോട്ടാ. ഉമ്മ ഓളോട് കളിക്കാൻ നിൽക്കണ്ടെന്ന് പറയട്ടാ. അറബി ഈ പെട്ടി കണ്ടാലേ ഇന്നാണ്ട് ഗേറ്റ് തന്നെ ഉള്ളൂ. എന്താ പെട്ടി അറബിയും കൂടി എന്താ തമ്മിൽ ബന്ധം? പണ്ട് മരുഭൂമിയിലൂടെ പോവാൻ ആ ഒട്ടകം ഉണ്ടായിരുന്നു. ഇപ്പം പെട്ടിയാണ് ഉരുട്ടിയിട്ട് ആൾക്കാരൊക്കെ അറബികളൊക്കെ മരുഭൂമിയിൽ കൂടെ കൊണ്ടുപോവുക. അപ്പൊ എളാപ്പ ഇപ്പൊ അവിടെ ഒട്ടകമൊന്നും ഇല്ലേ? പെണ്ണെ, മരുഭൂമി വേണ്ടേ, എന്നാലല്ലേ ഒട്ടകം ഉണ്ടാവുള്ളൂ. അതെന്താ എളാപ്പ? മരുഭൂമിയിൽ ഇപ്പൊ ബിൽഡിങ്ങും പിന്നെ കുറെ ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കല്ലേ. ഈ പെട്ടി എന്തായാലും തരൂലട്ടാ ഞാന്. ഇതെന്റെ ഡ്രസ്സ് വെക്കണ പെട്ടിയാ. പണ്ട് വല്യപ്പ പേർച്ചേന്ന് വരുമ്പോ ഇത് ഈ പെട്ടി കൊണ്ടുവന്നിട്ട് വല്യമാനോട് പറഞ്ഞ് ഇത് ആദ്യം ഉണ്ടാവണ കുട്ടിക്ക് കൊടുക്കണമെന്ന്. മോനെ, അത് ശരി തന്നെയാണ്. ഈ പെട്ടി കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ ചുവപ്പ് പെട്ടി ഈ കറുപ്പ് പെട്ടി ഓള് എടുത്തോട്ടാ. ഒന്നിനോള് പുസ്തകം വെച്ചോട്ടെ, ഒന്നിനോള് ഡ്രസ്സും വെച്ചോട്ടാ. നിങ്ങളെല്ലാവരും എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോളിട്ടാ. നടക്കൂല, നിങ്ങളെ പ്ലാനൊന്നും നടക്കൂലട്ടാ. ഫൈന ഇടട്ടിക്കാ പെട്ടി. തരൂലപ്പാ, ഞാൻ തരൂല. ഇനി നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോ കയ്യും വീശി വരാൻ